കുതിര ഇവിടെ ഇപ്പൊ ആരാ കുതിര ഓടിക്കാൻ? कैसे गए बेटे? हाँ ഹിന്ദി? हाँ जी हिंदी। अतले पितले कहाँ है कुहाम है। നീ എന്തൊക്കെയാടി പറയുന്നേ? एडियो एडी नहीं मैडम बोलो मैडम। മേഡോ? हाँ ഇത് കർക്കിടകമല്ലേ? കർക്കിടകമായാലും ചിങ്ങായാലും നിനക്ക് പാര വെക്കുന്ന സ്വഭാവം ഉണ്ടല്ലേടി? ആ, അയ്യോ എനിക്കങ്ങനെ സ്വഭാവമൊന്നുമില്ല. കൂട്ടോ ചൂട്ടിലടി കൊതുമ്പ് മര്യാദക്ക് തോന്നാം. നീ എനിക്ക് പാര വെക്കൂല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം നീ എനിക്ക് പാര വെക്കൂന്ന്. സുരഭി മോളെ, അത് നിന്റെ വെറും തോന്നലാട്ടോ. മോളോ? ഏത് വകയിലും മോള്? എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നിന്നെ ഇനി ഈ വീട്ടിൽ വേണ്ട. ഞാൻ നിനക്ക് അങ്ങനെ പാര വെക്കും തോന്നുന്നുണ്ടോ? പാരയും വെക്കും, നീ വേണേ JCB ഇറക്കും. എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടി പോവാടി. കൊല്ലാനോ? അതെ. വേണ്ട. അയ്യോ അയ്യോ, കൊല്ലല്ലേ, വെടിവെക്കല്ലേ, അയ്യോ കൊല്ലല്ലേ, വെടിവെക്കല്ലേ, അയ്യോ കൊല്ലല്ലേ, കൊല്ലല്ലേ. രശ്മി, കാട്ടാളനാ? ഞാൻ നിന്റെ പ്രചോപേട്ടായി. അമ്മേ, ഇത് സ്വപ്നായിരുന്നോ? പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങ് രശ്മി. ഞാൻ ഓടി ഓടി ഒരു പരിവായി. പ്രശ്നവേട്ടാ, എനിക്ക് എന്തേലും സംഭവിച്ച നമ്മുടെ മോളെ നന്നായി നോക്കിക്കോണേ. നിനക്ക് എന്തോന്ന് പറ്റേ? അതൊന്നും പറയാൻ പറ്റില്ല. ഞാനില്ലാതായി കഴിഞ്ഞാലേ താടിയൊന്നും വളർത്തി നടന്നേക്കരുത്. അതേതായിരുന്നല്ലോ ഇല്ല. അപ്പൊ ഞാനില്ലാതായ വിഷമൊന്നുമില്ല അല്ലേ? സങ്കടപ്പെടണോ? സങ്കടപ്പെടാം. അങ്ങനെ ആർട്ടിഫിഷ്യൽ സങ്കടമൊന്നും പെടണ്ട. ഇടി, നീ ഇത് എന്തോന്നൊക്കെ എണീറ്റിരുന്ന് പറയണത്? മണി എത്രയെന്ന് വല്ല വിചാരമുണ്ടാ? പ്രശോഭേട്ട, ഞാനൊരു കാര്യം പറയട്ടെ. പറ. നമുക്ക് ഇവിടുന്ന് മാറാം. ഇപ്പൊ തന്നെ വേണം? ഒന്ന് നേരം വെളുത്തിട്ട് പോരെ. കിടന്ന് ഉറങ്ങടി നമുക്ക്. എനിക്കിനി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ, എന്നാലേ എനിക്ക് നല്ല ഉറക്കം. നീ ഇതെവിടെ പോണു? വേൾഡ് ടൂറിന്. പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അമ്മ, 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 ഒന്നുമില്ല. പോയിട്ട് നാളാ. അമ്മ, ഇത് ഞാനാ, രശ്മിയാ. ലക്ഷ്മി അല്ല, പാർവതി അല്ല, സരസ്വതി ആയാലും ശരി, ഒരു വകയെ ഇന്നില്ല. 5 നയാ പൈസ ഇല്ല. ഗൂഗിൾ പേ ചെയ്യാം. പോ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മ ഒന്ന് എഴുന്നേക്കമ്മ. അമ്മ, ഇത് ഞാനാ. അയ്യോ മക്കളെ, ഭൂമി കുലുക്കുന്നടാ. എല്ലായിടത്തോട് പോ. അയ്യോ അമ്മ, ഭൂമി കുലുക്കൊന്നുമല്ല, ഞാൻ അമ്മയെ കുലുക്കിയതാ. ഞാനാ, ഞാൻ രശ്മിയാ, രശ്മിയാ. നീ എന്താണ് പാതിരാത്രിക്ക്? മണി എത്രയായി? 2 മണി. ഉച്ചയായ? ഉച്ചക്കല്ല, രാത്രി 2 മണി. ഇനി പെണ്ണെ, നിനക്ക് എന്തിന്റെ സുഖേടാ പാതിരാത്രി 2 മണിക്ക് എന്നെ വന്നിങ്ങനെ വിളിച്ചുണർത്തുന്നത്? ഞാൻ അമ്മയോടൊരു കാര്യം പറയാൻ വന്നതാ. അത് പറഞ്ഞില്ലേ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഓ, എനിക്ക് വയ്യേ ഭഗവാനെ. എന്തോ ആ കാര്യം എന്ന് വെച്ചാ പറഞ്ഞു തോരക്ക് പെണ്ണെ. അമ്മ ഒന്ന് എഴുന്നേറ്റിരിക്കോ? എങ്ങനെ? കിടന്നുകൊണ്ട് കേൾക്കുന്ന കാര്യമല്ല, എഴുന്നേറ്റിരുന്ന് കേൾക്കണം. എന്റെ പെണ്ണ്, നിനക്ക് എന്താ വട്ട് പിടിച്ചോ? ഏതായിട്ടിരുന്ന് കേക്കാന്. അതെ, തുടർക്കഥ പറയാം. പറ. അമ്മ, എന്റെ പൊന്നു കൊച്ചെ, എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തോലയ്ക്കുവോ വേഗം? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വേറെ ആരും അറിയരുത്. അവൾ എന്തിനാ അങ്ങനെ ചെയ്തെന്നുള്ളത് അറിയില്ല, അതെന്തിനാ വാങ്ങിച്ചതെന്നും അറിയില്ല. പക്ഷെ അവക്ക് എന്തോ ഉദ്ദേശമുണ്ട്, അല്ലാതെ അവളത് വാങ്ങില്ല. നീ എന്തോ അവളെന്ന് പറഞ്ഞ ആരുടെ കാര്യം നീ പറയുന്നേ? അമ്മ, എനിക്ക് അമ്മയോടത് പറയാൻ പേടിയാ.
പുറത്തിറങ്ങി കഴിഞ്ഞാ അവള് നമ്മളെ കൊല്ലും. എന്റെ കൊച്ച ഈ അവളാരാ? നീ ആദ്യം അത് പറ. അമ്മ അവളെ സുവോ? ഈ തോക്ക് കണ്ട കാര്യം ഈ വീട്ടിലുള്ള ആരെങ്കിലും അറിഞ്ഞാൽ ഇല്ല. അറിഞ്ഞാ പിന്നെ നിങ്ങൾ ഉണ്ടാവത്തില്ല. അയ്യോ പോയാ കൊച്ചേ, ആരുടെ കാര്യം വന്ന്? സാവിത്രി. ആ സാവിത്രി ഇല്ലേ? സാവിത്രി? അതാരെ? അത് അമ്മ മുത്തു ഉച്ചയ്ക്ക് ഒരു കഥ പറഞ്ഞായിരുന്നു, ഒരു സാവിത്രിയുടെ. ആ സാവിത്രി മരിച്ചു പോയതാന്നും സാവിത്രിയുടെ ആത്മാവ് മുത്തുവിനെ ആക്രമിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ. അപ്പൊ എനിക്കും പേടിയായി, സാവിത്രിയുടെ ആത്മാവ് എന്നെ ഉപദ്രവിക്കുമെന്ന്. അയ്യോ, എന്നെയൊക്കെ ഏതാത്മാവ് ഉപദ്രവിക്കാൻ? അവനെ തിരിച്ച് ഉപദ്രവിക്കാതിരുന്നാ മതി. ഇത് പറയാനാണ് നീ എന്നെ വന്ന് പാതിരാത്രിക്ക് കുലിക്ക് വിളിച്ചതല്ലേ? അത് പിന്നെ പേടിയായപ്പോ എനിക്ക് അമ്മയോട് പറയണം തോന്നി. ഏടാ പേടി നിന്റെ അമ്മുമ്മയുടെ. ഓ എനിക്ക് വല്ലതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ പോടി. വിളിച്ചുണത്തിട്ട് സാവിത്രി, മറ്റേത് മറിച്ചത് മുത്തു. ഓ ഭഗവാനെ, ഇങ്ങനൊരു തലയിലെ ആർക്കും ഉണ്ടാവില്ലേ? ഓ വേണ്ട, എല്ലാം ഒപ്പിച്ചേച്ച് ഇറങ്ങി അങ്ങ് പോയി. നമ്മളെ ഏത് നേരത്തോറോ എന്തൊരു കഷ്ടമാണ്. അയ്യോ ദൈവമേ. എന്തിനു കിണിക്കുന്നേ? ഇല്ലില്ല, ഭാരബലം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാരബലം വായിക്കണോ? അയ്യോ വേണ്ട, ഒന്നാമത് എന്റെ സമയം ശരിയില്ലാന്ന് എനിക്കറിയാം. ഇനി അതും കൂടെ നോക്കിട്ട് എന്തിനാണ് ഞാൻ കിടന്ന് വിഷമിക്കണം? മൂലം പൂരാളം 2 നക്ഷത്രവും സൂപ്പർ കേട്ടാ, അവർക്ക് കൊള്ളാം. എന്റെ നക്ഷത്രം നോക്കാം, ഉത്രം. സാമ്പത്തിക ക്ലേശം ഉണ്ടാകുമെങ്കിലും അത് ചാടിക്കിടക്കും. കലാകാരന്മാർക്ക് നല്ല സമയം. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അത് കലാകാരന്മാർക്ക്, മുത്തുണനല്ലല്ല. മുത്തുണ കലാകാരനല്ലല്ലോ. അയ്യോ കളിയാക്കല്ലേ, ഞാൻ തികഞ്ഞ കലാകാരനാണ്. അയ്യോ, ബാക്കി നോക്കാം. അറിയാത്ത കാര്യത്തിന് മാനസിക പീഡ, ശാരീരിക പീഡ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഉറപ്പായി. അതായത് അണ്ണൻ കലാകാരനല്ലല്ലോ, പാട്ട് പാടാൻ അറിയാത്ത ഒരാളായതുകൊണ്ട് എവിടെയെങ്കിലും പോയി പാട്ട് പാടിക്കഴിഞ്ഞാ അണ്ണൻ ഉറപ്പായിട്ടുണ്ട്. ആക്കിയതാ അല്ല, എനിക്കറിയാം. ഞാൻ തികഞ്ഞ സംഗീതജ്ഞനാണ്, അറിയാമോ? അതെനിക്ക് അറിയാന്നുള്ള കാര്യമാണല്ലോ സംഗീതം. ആര് പറഞ്ഞേ? അല്ല, എനിക്കറിയാം. ഈ അറിയാത്ത കാര്യം അത് അങ്ങനെയാണല്ലോ. അറിയാത്ത കാര്യം അത് അണ്ണനല്ലേ അറിയാവോ? അറിയാത്ത കാര്യം എന്തോന്ന്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതാ സംഭവം ഇത്? അറിയാത്ത കാര്യത്തിന് മാനസിക പീഡ, ഈ ശാരീരിക പീഡ. അതാണ് ഞാനും ആലോചിക്കുന്നത്. മുത്തുണ്ണ, ഓ, ഈ ജാതകത്തിലൊന്നും ഒന്നും ഇല്ലണ്ണ. തന്നെ? പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പോലെ ഇരിക്കും നമ്മള് ഗുണവും ദോഷവും ഒക്കെ. അല്ല, മനസ്സിലായില്ല. മനസ്സിലാകുന്ന ഭാഷയെ പറ. അതായത് അണ്ണ, നമ്മളിപ്പോ അണ്ണ ഒരാളെ ഉപദ്രവിച്ചെന്ന് വിചാരിച്ചോ, ദ്രോഹിച്ചെന്ന് വിചാരിച്ചോ, അതിന്റെ ബലം അണ്ണന് കിട്ടും ഉറപ്പായിട്ടും. പണി ഉറപ്പായിട്ടും കിട്ടുമല്ലേ ചേച്ചി? പണി ഉറപ്പായിട്ടും കിട്ടൂലേ നമ്മൾ ഒരാളെ ദ്രോഹിച്ചു കഴിഞ്ഞാ? കിട്ടും. അതന്നെ. അതിനിപ്പോ ദൈവം കൊടുത്തില്ലെങ്കിലും പണി കിട്ടിക്കോളും. ഇപ്പൊ തോക്കെടുത്ത് ഒരാളെ വെടി വെക്കൂലേ വൈരാഗ്യത്തില്, അതുപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആരെയും ദ്രോഹിക്കാതെയും പാര വെക്കാതെയും ജീവിക്കണം അല്ലേ? അല്ല, അത് ഞാൻ ആരെ പാര വെച്ചു? എല്ലാരും എനിക്കിട്ടല്ലേ പാര വെച്ചോ? ഞാൻ അല്ലാത്ത ഉദാഹരണം പറഞ്ഞതാ. എന്നാ ചായ കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കും. ചേച്ചിയും കൂടെ ചായ എടുത്ത് കുടിക്കണേ. ചേച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിക്കാം. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് മുത്തുവണ്ണ, അമ്മ ഇപ്പൊ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് മുത്തോണ്ണം പറയണം. എന്തെങ്കിലും ചോദിക്കാനായിട്ട് ഞാൻ ഇപ്പൊ കൊണ്ട് കൊടുക്കുന്നല്ലേ ഉള്ളൂ. കൊണ്ട് കൊടുക്കുമ്പോ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അറിഞ്ഞൂടെന്ന് പറയേണ്ട കാര്യം എന്ത്? എനിക്കൊന്നും അറിഞ്ഞൂടല്ലോ. അല്ല, എന്തെങ്കിലും ഇപ്പൊ അല്ലറ ചില കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് മുത്തോണ്ണം ഞങ്ങൾ പറഞ്ഞാൽ മതി. എന്തോന്ന് ചോദിക്കാൻ? എന്തോ നീ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ചോദിക്കും, അറിയില്ല എന്നങ്ങോട്ട് പറഞ്ഞേക്കുക. എന്ത് ചോദിച്ചാലും? ഏത് ചോദിച്ചാലും? ഓ, ഓക്കെ. പിന്നെ മുത്തോണ്ണ, എനിക്ക് മുത്തോണ്ണനെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? ആദ്യം അമ്മയ്ക്ക് ചായ കൊടുത്തിട്ട് വാ, എന്നിട്ട് ഞാൻ പറയാം. ഇതൊന്നും അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. അയ്യോ, ഇതുവരെ ഇല്ലാത്ത പുതിയ ശീലങ്ങള്. കൊച്ചമ്മ, പകലിരുന്ന് ഉറങ്ങുന്ന എന്തു പറ്റി? ഇന്നലെ ഉറക്കം കിട്ടിയില്ലേ? നീ ഒരു കാര്യം ചെയ്,
മുറ്റത്തോട്ട് പോയിട്ടേ നല്ലൊരു വടി എനിക്ക് ഒന്ന് കൊണ്ട് തരൂ. എന്തിനു കൊച്ചമ്മ ഇതൊക്കെ? എനിക്കേട്ടാ ഒരു വടിയിട്ട് കൊണ്ടുപോകാതെ. എന്റെ അടുത്ത് എന്തോ പറയാനുണ്ടല്ലോ. എന്തെന്നാണ് എന്തെന്നാണ് രഹസ്യം വല്ലതും തന്നെ? തന്നെ നീ വടി കൊണ്ടുപോകാം ആദ്യം. 1 വേണോ 2 വേണോ എത്ര വടി വേണം? ഒന്ന് മതി. ചായ കുടിക്കണം. ചായ കുടിക്കണം. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കിട്ടി കൊച്ചമ്മ. കറക്റ്റ് സമയം. ഞാനേ ഇന്നലെ പാമ്പ് എന്തോ ഇതുവഴി പോകുന്നുണ്ട്. ഞാൻ പടാന്ന് പറഞ്ഞാൽ അടിക്കാൻ നോക്കി. പാമ്പ് അതിന്റെ വഴിക്ക് പോയി. പക്ഷെ ഇതകണ്ട ഇപ്പൊ ഉപകാരപ്പെട്ട്. എന്ത് കൊച്ചമ്മ വടി? അതിനെ കൊണ്ടുവാ. ഇതൊന്ന് പിടിച്ചേ, ചായ കുടിക്കാം. അയ്യോ ചായ കുടിച്ചില്ല കൊച്ചമ്മ. വടി കേട്ടോ. അയ്യോ എന്ത് എന്ത് കാര്യം? എന്ത് കാര്യോ? വയസ്സുകാലത്ത് മനുഷ്യനെ ഒന്ന് വിശ്രമിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. ഞാൻ അതിനെന്തോ വിശ്രമിക്കാൻ സമ്മതിക്കാതിരുന്നു. അയ്യോ ഒന്നും സമ്മതിച്ചില്ല. നീ എന്താണ് എന്റെ ലക്ഷ്മിയോട് പറഞ്ഞു കൊടുത്ത കഥ? അമ്മൂമ്മയുടെ ഞാൻ ലക്ഷ്മി കുഞ്ഞിനടുത്ത് ഒന്നും പറഞ്ഞില്ല. ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ പാതകാത്തിരിക്ക് എന്നെ വന്ന് കുലുക്കി വിളിച്ച് ഉളർത്തിയത്. മുത്തുവിന്റെ കഥ പറയാന്. മുത്തുവിന്റെ കഥ? അവരൊറ്റ കഥ കാരണം അവൾ എന്നെയും കൂടെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ അറിയോ? ഇതൊന്നും അറിഞ്ഞില്ല കൊച്ചമ്മ. ഇല്ല, അറിഞ്ഞില്ല. നീ അറിയില്ല, എല്ലാം ഒപ്പിച്ചിട്ട് നീ അറിയില്ല പറയുന്ന. എനിക്കറിയാമല്ലോ, പണ്ടേ അറിയാം നിന്നെ. ഈശ്വരാ, കൊച്ചു തന്നാലുണ്ടല്ലോ. എനിക്ക് വയ്യപ്പാ, തലവേദന എടുക്കുന്നു. ഉറങ്ങാതെ 2 മണി മുതൽ അങ്ങ് ചെലപ്പ് മുത്തുവിന്റെ കഥ, പ്രേത കഥ, ആ കഥ, ഈ കഥ. പരമദുഷ്ട. എന്റെ നേരെ ഇങ്ങനെയൊക്കെ കാണിച്ചാലുണ്ടല്ലോ നിന്നെ ദൈവം വെറുതെ വിടൂല. ഒന്നും കാണിച്ചില്ല കൊച്ചമ്മ. ഒന്നും കാണിക്കാതെ എങ്ങനെയാണ് അവളൊന്ന് പറയുന്നത് ഇങ്ങനെ? ഒന്നും കാണിച്ചില്ല പോലും. എന്റെ ഈശ്വര, ഒരുപാട് കട്ടടച്ചിട്ടില്ലേ? പ്രഷർ കൂടിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആരടുത്ത് പറയാ ഇതൊക്കെ? അവന് പറയാൻ കണ്ട ഒരു കഥയെ പറഞ്ഞ ആളും 2 കൊള്ളാം. കൊച്ചമ്മ അകത്തോട്ട് പൊക്കോ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. കൊച്ചമ്മ ഞാൻ പോയി ഒന്ന് മയങ്ങാൻ പോവാ. വാങ്ങിക്കോ കേട്ടല്ലോ. ഇനി കുഞ്ഞമ്മ, കൊച്ചമ്മ, കൊളോത്തമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ടെങ്ങാനും കേറി വന്നാല് ഇതിന്റെ 4 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരും. വരുന്നില്ല. പ്രദേശത്തോട്ട് വന്ന് പോരും. തല ഇറങ്ങുന്നു എനിക്ക് ഉറങ്ങാത്തോണ്ട്. ഇതിരിക്കട്ടെ എന്റെ കയ്യില്. ഇതിനാണ് അറിയാത്ത കാര്യത്തിന് അടികൊള്ളൂന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രശ്മി കുഞ്ഞേ തന്ന പണി ഏറ്റ പണിയായി പോയി ഏട്ടാ. വടി കൊടുത്ത് അടി വാങ്ങിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതാ ഇപ്പൊ പേശ കൊണ്ട് അടിച്ച സ്ഥലത്ത് തന്നെ അടിച്ചടാ. അടിച്ച് കൊച്ചമ്മ അടിച്ച്. ആന്റിയോ? ആന്റി എന്തിനടിച്ച്? എനിക്കങ്ങനെ അറിയാം. തന്നു, ഞാൻ പേശ വാങ്ങിച്ചു. ദൈവമേ, കാള പോലെ വളർന്ന് മുത്തോണ്ണെ ആന്റി അടിച്ചെന്നോ? അല്ല അതിപ്പം എന്നാ പിന്നെ ആന്റി അടുത്ത് ചോദിക്കണോ? പോവരുത്. നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ അതിനടിക്ക് അടുത്ത അടി. എന്തായാലും ഒന്ന് ചോദിക്കണം. അങ്ങനെ പോവല്ലടാ, നീ നില്ലടാ. എനിക്ക് എന്താടാ ഇത്? എന്തിനാണ് ഇങ്ങനെ അളിഞ്ഞിട്ട് ജീവിക്കുന്നത്? പ്രായമൊക്കെ ഇല്ലേ? ആഹാ, ഞാൻ പട്ടിണി കിടന്ന് ചാവണതിനെ കാണണല്ലടാ. ഞാൻ കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നല്ലടാ നിനക്ക്. രാജിക്കത്തെ എഴുതി കൊടുത്തിട്ട് പോയിടുന്നു. പറ്റൂല. ഞാൻ പോവൂല, കൊന്നാലും പോവൂല. അല്ല, എന്ത് സംഭവം? ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്? മാറിപ്പോയതാ കാര്യങ്ങൾ. അല്ലടാ, എന്തായി നിങ്ങളുടെ പുതിയ ബിസിനസ് ഒക്കെ? ഒന്നും പറയണ്ട ചേച്ചി. എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ല. ചേച്ചി പ്രശോഭനത്ത് പറഞ്ഞ ലോൺ സെറ്റാക്കി തരും. ലോൺ അല്ലേ? ഞാൻ സെറ്റാക്കി തരാം. പക്ഷേ പകരം നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഞാൻ എന്താണ് സെറ്റാക്കി തരത്തില്ലേ? ശരിക്കും നീ ചെയ്തു തന്നാ ഞാൻ സെറ്റാക്കി തരാം. ചെയ്യണമെന്ന് പറ, ഞാൻ ചെയ്തു തരാം. പക്ഷെ ഇതാരും അറിയാൻ പാടില്ല. ആരും അറിയത്തില്ല. ഞാനല്ലേ പറയുന്നത്, ആരും അറിയത്തില്ല. ഉറപ്പാണേ? ഉറപ്പ്. നമ്മുടെ സുരഭിയുടെ റൂമില് ഒരു ടോയ് ഗൺ ഇരിപ്പുണ്ട്. അത് നീ എനിക്ക് എടുത്തു തരണം. ഈ കളിപ്പാട്ട തോക്കില്ലേ, അതെന്തിന്?
അത് അവൾ എന്നോട് തെറ്റ് വെച്ചു, എനിക്ക് ആ തോക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ഓ ഗെയിം കളിച്ചതല്ലേ? അത് എടുത്തരാം. നീ എടുത്തു തരാന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ലോൺ സെറ്റാക്കി തരാം. ഉറപ്പടിടാ, അതിനിപ്പോ പ്രശ്നം എന്താ? എന്ത് ആവശ്യം? വേറെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, ഇത് മാത്രം മതി. ഇത് മാത്രം മതി. ഇത് എടുത്ത് തന്നാ ലോൺ സെറ്റ് ആക്കി തരും. സെറ്റാക്കി തരാം. എന്റെ ദൈവമേ, ഞാനൊന്ന് പ്ലാൻ സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്ത് തരാം. ഇതൊക്കെ സിമ്പിൾ കേസല്ലേ? അതെന്റെ കയ്യിൽ കിട്ടിയിട്ട് വേണം അവളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ. നീ എന്താണ് കരുതിയത്? എനിക്കത് എടുക്കാൻ പറ്റില്ല എന്നാണ്. കാണിച്ചു. കൊറേ നേരമല്ല അത് കുത്തിക്കൊണ്ടിരിക്കണത്. ഇതിൽ അത്രയ്ക്ക് കുത്തി എടുക്കാൻ എന്തോന്നിരിക്കുന്ന സുരഭി, ഞാനേ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് നോക്കുമായിരുന്നു. മാർക്കറ്റിനെ കുറിച്ചാ? എന്തോ മാർക്കറ്റിനെ കുറിച്ച്? അച്ചാറിന്റെ മാർക്കറ്റ്. അത് പോയതല്ലേ? പോയതല്ലടോ. ഈ മലയാളികൾ ഉണ്ടാക്കുന്ന അച്ചാറാണോ, ബംഗാളികൾ ഉണ്ടാക്കുന്ന അച്ചാറാണോ, അതോ ഹിന്ദിക്കാർ ഉണ്ടാക്കുന്ന അച്ചാറിനാണോ മാർക്കറ്റ് എന്നുള്ളത് നോക്കി. എന്നിട്ട് സംഭവം നമ്മുടെ മലയാളികൾ ഉണ്ടാക്കുന്ന അച്ചാറിനാണ് ഡിമാൻഡ്. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ അച്ചാറുകൾ ഈ കേരളത്തിന്റെ സ്റ്റേറ്റ് ബോർഡർ ക്രോസ് ചെയ്ത് പുറത്തു പോകുന്നില്ല. ഇങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബിസിനസ് ബൂമായി മുന്നോട്ട് പോകത്തുള്ളൂ. അതിനുവേണ്ടി നോക്കിയപ്പോഴല്ലാണ് എല്ലാം പോയത്. ഇനി അതിനെ പറ്റി ഒന്നും നോക്കണ്ട. അണ്ണ അത് അടച്ചു വെച്ചിട്ട് വാ, കാപ്പി എടുത്ത് കുടിക്കാൻ നോക്ക്. സുരഭി, ഇഫ് there is a will, there is a way എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ എത്രത്തോളം ആഗ്രഹങ്ങൾ ഉണ്ടാവോ അതിനനുസരിച്ച് വാതിലുകൾ തുറക്കപ്പെടും. കഴിഞ്ഞ ദിവസം ഞാൻ തന്റെ അടുത്ത് കള്ളുകുടിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ചുമ്മാതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. സുരഭിയുടെ മുന്നോട്ടുള്ള ബിസിനസ്സിൽ എന്തിനും ഏതിനും ഇനി ഞാനുണ്ട്. റൊമാൻറ്റിക് അല്ലേ? ഞാൻ പോയിട്ട് തിരിച്ചു റൊമാൻറ്റിക് മോഡൽ. വാ അണ്ണ ഇങ്ങോട്ട്. ഞാൻ എന്തായാലും വന്നില്ലേ? വാ. ഞാനേ സുരഭി പിക്കിൾസിന്റെ പരസ്യം ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നോ? ഒരു സീഡും തന്നെ വെച്ച് സെറ്റ് ആക്കി തന്നെ. ശരിക്കും ശരിക്കും പൊളിച്ചളിയാ. എപ്പോഴത്തേക്ക് പറ്റും? എടാ, നമ്മൾ പോകുന്നു, വീഡിയോ എടുക്കുന്നു, സെറ്റ് ആക്കുന്നു, വൈറലാക്കുന്നു. ഇന്ന് എടാ പെട്ടെന്ന് പോണം, ഭയങ്കര തിരക്കുള്ള ആളാണ്. ഓക്കെ ഓക്കെ, എനിക്കൊരു 5 minutes ഞാൻ പെട്ടെന്ന് ചെന്ന് കാത്തിട്ട് കിടന്നാലേ അത്രയും പെട്ടെന്ന് ശരിയാക്കൂന്ന് ഞാൻ വിചാരിച്ചു. ഞാനല്ലേ. ചായ കിട്ടും. എന്ത്? ഒരു ചായ. സുരഭിയുടെ കൈ കൊണ്ട് ചായ കുടിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ്. വേണോ? ആ വേണം. ശരി, ഞാൻ എടുത്തോണ്ട് പെട്ടെന്ന് ഇത് ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് കാര്യങ്ങളുണ്ടോ? അല്ലല്ലേ ഇപ്പൊ ഒന്നുമില്ല, ചായ കുടിച്ചാലും ഉഷാറ് കിട്ടും. ഓ ആ ഇവിടെയും കാണുന്നില്ല. ആ അതിനകത്തോ? ആ ശരി ശരി. പിന്നെ ശോഭയുടെ അടുത്ത് പറഞ്ഞ് ലോണിന്റെ കാര്യം സെറ്റ് ആക്കണേ. ആ ശരി ശരി ശരി. തോക്കെടുക്കൂല്ലടാ. എവരെന്ത്
എന്തോ അറിഞ്ഞൂടണ്ണ ചത്തുപോയി കാണോ അല്ല ഇങ്ങനെ കിടക്കുന്നു എന്തോ അറിഞ്ഞൂടാ അയ്യോ എണീക്കടാ ചേട്ടാ ചേട്ടാ എന്താടാ അയ്യോ നോക്ക് ഇങ്ങനെ കിടക്കുന്നു എനിക്കറിയത്തില്ല. എടാ മനു മാറ് മാറ് ഇങ്ങോട്ട് മാറ് തീർന്നു എണീറ്റ് അവിടുന്ന്. പിടിക്കടാ. അപ്പൊ ഇങ്ങനെ കിടക്കുന്നു എങ്ങനെ പിടിക്കുന്ന ഇങ്ങോട്ട് തിരിഞ്ഞു പിടി അങ്ങോട്ട് വേഗം പൊക്ക് അയ്യോ അയ്യോ എന്ത് പറ്റിയതാ പോട്ട്, പോട്ട്, പോട്ട്. അയ്യോ പാവം ഈ സമയത്താണ് വെയിറ്റ് നോക്കണത് പോട്ട്, പോട്ട്. വാ 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 ദൈവമേ ഓ ഇപ്പം വന്ന് വന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും സമയദോഷമാണ് ഇവന്റെ നത്തണ്ണ എന്നുള്ള വിളി കേൾക്കാൻ പറ്റുമോ